മഗധ സാമ്രാജ്യം ഭരിച്ചിരുന്നവരിൽ ഏറ്റവും കൂടുതൽ സമ്പത്തും മികച്ച സൈനിക ശക്തിയും ഉണ്ടായിരുന്നവരായിരുന്നു നന്ദ രാജവംശം. നന്ദ രാജവംശത്തിലെ ഏറ്റവും അവസാനത്തെ രാജാവായിരുന്നു ധനനന്ദൻ. അദ്ദേഹം ഒരു അധികാരപ്രിയനും ജനങ്ങളിൽ നിന്ന് അമിതമായി നികുതി ഈടാക്കുകയും ചെയ്തിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭരണത്തിൽ ജനങ്ങൾ ഒരിക്കലും തൃപ്തരായിരുന്നില്ല. ഒരിക്കൽ അദ്ദേഹത്തിന്റെ രാജസദസ്സിലേക്ക് മഹാപണ്ഡിതനായ ഒരു ബ്രാഹ്മണൻ കടന്നു വരുന്നു. തന്റെ അറിവുകളൊക്കെ രാജാവിന് പറഞ്ഞു കൊടുക്കുക, രാജാവിന്റെ പക്കൽ നിന്ന് സമ്മാനങ്ങൾ സ്വീകരിക്കുക എന്നതായിരുന്നു ആ പണ്ഡിതന്റെ ലക്ഷ്യം. എന്നാൽ പണ്ഡിതന്റെ വേഷവും രൂപവും ഒക്കെ കണ്ട രാജാവിന് അദ്ദേഹത്തോട് പുച്ഛമാണ് തോന്നിയത്. അങ്ങനെ തന്റെ ഭടന്മാരോട് കൽപ്പിച്ച് ആ ബ്രാഹ്മണനെ കൊട്ടാരത്തിൽ നിന്ന് രാജാവ് പുറത്താക്കുകയാണ്. ആ പണ്ഡിതനാകെ വിഷമമായി, അതൊരു നീറ്റലായി, പിന്നീട് അതൊരു പകയായി അദ്ദേഹത്തിന്റെ മനസ്സിൽ അതങ്ങനെ കിടക്കുകയാണ്. പിന്നീട് ആ ബ്രാഹ്മണന് ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, ധനാനന്ദൻ രാജാവിന്റെ സാമ്രാജ്യം തകർക്കുക. ധനാനന്ദനെ വധിച്ച് തന്റെ സ്വാധീനമുള്ള വ്യക്തിയെ അവിടെ രാജാവായി വാഴിക്കുക. ഇന്ത്യയിലെ മാക്കിയവെല്ലി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, വിഷ്ണുഗുപ്തൻ എന്നും ചാണക്യനെന്നും അറിയപ്പെടുന്ന കൗടില്യനായിരുന്നു ആ ബ്രാഹ്മണൻ. കൗടില്യൻ തനിക്ക് യോഗ്യനായ ഒരു യോദ്ധാവിനെ അന്വേഷിച്ചു നടക്കുകയാണ്. അങ്ങനെ തന്റെ യാത്രയിൽ കൗടില്യൻ ചന്ദ്രഗുപ്തനെ കണ്ടെത്തുന്നു. നന്ദ രാജവംശത്തിലെ ഒരു രാജാവിൽ മുറ എന്ന ശൂദ്ര സ്ത്രീയിൽ ജനിച്ച ഒരു മകനായിരുന്നു ചന്ദ്രഗുപ്തൻ. തന്റെ കുട്ടിക്കാലത്ത് നന്ദരാജ വംശജരിൽ നിന്ന് മർദ്ദനമേറ്റ് കൊട്ടാരത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. കൗടില്യന്റെയും ചന്ദ്രഗുപ്തന്റെയും മനസ്സിൽ നന്ദവംശത്തോടുള്ള പക ഒന്നായപ്പോൾ BC 322 ഇന്ത്യയിൽ സംഭവിച്ചത് മഗധ സാമ്രാജ്യത്തെക്കാൾ 3 ഇരട്ടി സൈന്യമുള്ള പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാന്റെ ചില ഭാഗങ്ങളും കേരളവും തമിഴ്നാടും ഒഴികെ ഇന്ത്യയുടെ മുഴുവൻ ഭാഗങ്ങളും വ്യാപിച്ച മൗര്യ സാമ്രാജ്യത്തിന്റെ ഉദയമായിരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മൗര്യ സാമ്രാജ്യത്തെ കുറിച്ചാണ്. ഞാൻ നവീൻ ദേവസി. വെൽക്കം ടു മൈ ചാനൽ ദ റൈറ്റ് സ്റ്റോറി. വാ ഒരു കഥ കേൾക്കാം. കഴിഞ്ഞ വീഡിയോയിൽ പേർഷ്യൻ ഗ്രീക്ക് ആക്രമണത്തെക്കുറിച്ചും അതിന് തൊട്ടുമുൻപുള്ള വീഡിയോയിൽ മഗധ സാമ്രാജ്യത്തെക്കുറിച്ചുമായിരുന്നു നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, BC 326 അലക്സാണ്ടറുടെ ഇന്ത്യ ആക്രമണം ഉണ്ടാകുന്നത്. ഏകദേശം 19 മാസക്കാലത്തോളം അദ്ദേഹം ഇന്ത്യയിലുണ്ടായിരുന്നു. യുദ്ധത്തിൻ്റെതായ നാളുകളായിരുന്നു അവ മുഴുവൻ. ആ സമയത്ത് പശ്ചിമോത്തര ഇന്ത്യയിലെ ചെറുകിട രാജ്യങ്ങളെയും ഗോത്രവർണ്ണ പ്രദേശങ്ങളെയും അലക്സാണ്ടർ ആക്രമിച്ച് കീഴടക്കി. താൻ കീഴടക്കിയ പ്രദേശങ്ങളെ 3 പ്രവിശ്യകളായി സംഘടിപ്പിച്ച് ഗ്രീക്ക് വൈസ്രോയിമാരെ അവിടെ നിയമിച്ചുകൊണ്ടാണ് അലക്സാണ്ടർ ഇന്ത്യയിൽ നിന്നും തിരിച്ചു പോകുന്നത്. പശ്ചിമോത്തര ഇന്ത്യയിലെ മിക്ക പ്രദേശങ്ങളെയും അലക്സാണ്ടർ ആക്രമിച്ചുവെങ്കിലും ഇന്ത്യയുടെ വടക്കിഴക്കൻ ഭാഗങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ ആക്രമണം ഉണ്ടായില്ല. നന്ദരാജവംശം ഭരിച്ചിരുന്ന മഗധ സാമ്രാജ്യമായിരുന്നു അക്കാലത്ത് ഇന്ത്യയുടെ വടക്കിഴക്കൻ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നത്. അലക്സാണ്ടറിനേക്കാൾ ശക്തമായ സൈന്യമായിരുന്നു മഗധ സാമ്രാജ്യം ഭരിച്ചിരുന്ന നന്ദരുടേത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് അലക്സാണ്ടർ മഗധയെ ആക്രമിക്കാതിരുന്നത്. കൗടില്യന്റെ സഹായത്തോടു കൂടി ചന്ദ്രഗുപ്ത മൗര്യനാണ് നന്ദരാജവംശത്തിലെ അവസാനത്തെ രാജാവായ ധനാനന്ദനെ വധിച്ചുകൊണ്ട് BC 322 മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. ഇരുവരും മഗധയിൽ നിന്ന് നാട് കടത്തപ്പെട്ടവരായിരുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അലക്സാണ്ടറുടെ ആക്രമണകാലത്ത് അവർ വടക്ക് പടിഞ്ഞാറ് ടാക്സിലയിലേക്ക് പോവുകയും മഗധയെ കീഴടക്കാൻ അലക്സാണ്ടറുടെ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. പക്ഷേ അലക്സാണ്ടർ അവരെ സഹായിച്ചില്ല. അവർക്ക് നിരാശരായി മടങ്ങേണ്ടി വന്നു. എങ്കിലും അവർ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരുന്നു. അങ്ങനെ താമസിയാതെ BC 323 ബാബിലോണിയയിൽ വെച്ച് അലക്സാണ്ടർ മരണപ്പെട്ട വിവരം വന്നെത്തി. തങ്ങളുടെ അവസരത്തിനായി കാത്തിരുന്ന ചന്ദ്രഗുപ്തനും ചാണക്യനും പുരാണവും നിത്യനൂതനവുമായ ദേശീയത്വത്തിൻ്റെ കാഹളം മുഴക്കി. വിദേശീയരായ കയ്യേറ്റക്കാരുടെ നേരെ അവർ ജനങ്ങളെ ഇളക്കിവിട്ടു. ഗ്രീക്ക് രക്ഷാഭടന്മാരെ അടിച്ചോടിച്ച് ചന്ദ്രഗുപ്തൻ അങ്ങനെ ടാക്സില പിടിച്ചടക്കി. ദേശീയത മുൻനിർത്തിയുള്ള ചന്ദ്രഗുപ്തന്റെ അഭ്യർത്ഥനകൾ അലക്സാണ്ടറുടെ ആക്രമണത്തിൽ പരാജയപ്പെട്ടു പോയ നിരവധി നാട്ടുരാജാക്കന്മാരായ സുഹൃത്തുക്കളെ ചന്ദ്രഗുപ്തന് നേടിക്കൊടുത്തു. അവരോടൊപ്പം അദ്ദേഹം മഗധയുടെ തലസ്ഥാനമായ പാടാലിപുത്രത്തിലേക്ക് സൈന്യവുമായി എത്തി. അങ്ങനെ അലക്സാണ്ടറുടെ മരണത്തിന് 2 വർഷം തികയും മുൻപ് ചന്ദ്രഗുപ്തൻ മഗധ സാമ്രാജ്യത്തെ കീഴടക്കിക്കൊണ്ട് തൻ്റെ മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചു. മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള നിർണായകമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് പ്രധാനമായും 4 രീതിയിലാണ്. 1. കൗടില്യൻ്റെ അർത്ഥശാസ്ത്രം. 2. മെഗസ്തനീസിൻ്റെ ഇൻഡിക. 3. വിശാഖദത്തൻ്റെ മുദ്രാരാക്ഷസം. 4. അശോകൻ്റെ ശാസനങ്ങൾ. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ വിശ്വസ്ത സേവകനായിരുന്ന കൗടില്യനാണ് അർത്ഥശാസ്ത്രം രചിച്ചത്. വിഷ്ണുഗുപ്തൻ, ചാണക്യൻ, ദ്രാമിളൻ, ആംഗുലൻ എന്നീ പേരുകൾക്ക് പുറമെ ഇന്ത്യയിലെ മാക്കിയവെല്ലി എന്നും കൗടില്യനെ വിശേഷിപ്പിക്കുന്നു. രാഷ്ട്രമീമാംസയെയും സാമ്പത്തിക ശാസ്ത്രത്തെയും സംബന്ധിച്ച് ഇന്ത്യയിലെ ആദ്യ ഗ്രന്ഥമായി കൗടില്യൻ രചിച്ച അർത്ഥശാസ്ത്രത്തെ കണക്കാക്കാം.
3 ഭാഗങ്ങളായിട്ടാണ് അർത്ഥശാസ്ത്രത്തെ തരംതിരിച്ചിട്ടുള്ളത്. ഒന്നാം ഭാഗം രാജാവ്, സമിതി, ഭരണവകുപ്പുകൾ എന്നിവയെക്കുറിച്ചും, രണ്ടാം ഭാഗം സിവിലും ക്രിമിനലുമായ നിയമങ്ങളെക്കുറിച്ചും, മൂന്നാം ഭാഗം അന്താരാഷ്ട്രീയ നിയമം, യുദ്ധം, രാജ്യതന്ത്രം എന്നിവയെക്കുറിച്ചുമാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. രാഷ്ട്രീയ, സാമ്പത്തിക കാര്യങ്ങൾ എന്നിവയ്ക്ക് പുറമെ വിവാഹം, ക്ഷേമ പദ്ധതികൾ, ജയിലുകൾ, നൂൽനൂൽപ്പ്, ഖനനം മുതലായ വിഷയങ്ങളെക്കുറിച്ചും ഈ ഒരു ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. സംസ്കൃത ഭാഷയിലാണ് ഈ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. മറ്റൊരു സ്രോതസ്സായ ഇൻഡിക്കയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അലക്സാണ്ടറുടെ മരണശേഷം ഗ്രീക്ക് പടനായകൻ ആയിരുന്ന സെല്യൂക്കസ് ആയിരുന്നു സിന്ധുവിൻ്റെ പടിഞ്ഞാറുള്ള പ്രദേശം ഭരിച്ചിരുന്നത്. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കൊട്ടാരത്തിലുള്ള സെല്യൂക്കസിൻ്റെ രാജപ്രതിനിധിയായിരുന്നു മെഗസ്തനീസ്. മൗര്യ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ പാടാലിപുത്രത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. പാടാലിപുത്രത്തിലെ നഗരഭരണ സംവിധാനത്തെക്കുറിച്ചും മൗര്യ സാമ്രാജ്യത്തിലെ ആകമാനമുള്ള ഭരണത്തെക്കുറിച്ചും മെഗസ്തനീസ് എഴുതിയ വിവരണമാണ് ഇൻഡിക്ക എന്ന് പറയുന്നത്. അർത്ഥശാസ്ത്രത്തിലെ പോലെ തന്നെ ഇൻഡിക്കയും മൗര്യ കാലഘട്ടത്തിലെ അമൂല്യമായ വിവരങ്ങളിലേക്കാണ് വെളിച്ചം വീശുന്നത്. മറ്റൊരു പ്രധാന കൃതിയാണ് AD 5-ാം നൂറ്റാണ്ടിനു ശേഷം ജീവിച്ചിരുന്ന വിശാഖദത്തൻ എഴുതിയ മുദ്രാരാക്ഷസം എന്ന ഏറ്റവും മികച്ച രാഷ്ട്രീയ നാടകം. സംസ്കൃതത്തിലാണ് ഈ ഒരു രാഷ്ട്രീയ നാടകവും രചിക്കപ്പെട്ടിട്ടുള്ളത്. മൗര്യൻ വിപ്ലവത്തിനിടയാക്കിയ സംഭവ പരമ്പരയാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. മൗര്യ സാമ്രാജ്യത്തിലെ ഭരണ സംവിധാനത്തെയും രാജാവും മന്ത്രിമാരും തമ്മിലുള്ള ബന്ധങ്ങളെയും ഈ നാടകത്തിൽ വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. ഈ 3 സ്രോതസ്സുകളെയും ആധാരമാക്കിക്കൊണ്ട് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഭരണ സംവിധാനത്തെപ്പറ്റി നമുക്കൊരു ചിത്രം കണ്ടെത്താൻ കഴിയും. ചന്ദ്രഗുപ്ത മൗര്യൻ ഒരു ഏകാധിപതി ആയിരുന്നു. എല്ലാ അധികാരങ്ങളും അദ്ദേഹത്തിൻ്റെ കൈകളിൽ കേന്ദ്രീകരിക്കപ്പെട്ടു. നന്ദരാജവംശത്തെ കീഴ്പ്പെടുത്തിയ ശേഷം തൻ്റെ സാമ്രാജ്യം വികസിപ്പിക്കുന്നതിലായിരുന്നു ചന്ദ്രഗുപ്തൻ്റെ ശ്രദ്ധ മുഴുവൻ. അദ്ദേഹം നിരവധി പടയോട്ടങ്ങൾ നടത്തി മൗര്യവംശത്തെ ഒരു പ്രമുഖ രാഷ്ട്രീയ ശക്തിയാക്കി ഉയർത്തി. 6 ലക്ഷം പേരുള്ള സൈന്യത്തെ കൊണ്ട് ചന്ദ്രഗുപ്തൻ ഇന്ത്യ ആകമാനം കീഴടക്കി എന്ന് ഗ്രീക്ക് എഴുത്തുകാരനായ ജസ്റ്റിൻ പറയുന്നു. ഒരു ജേതാവ് എന്ന നിലയിൽ ചന്ദ്രഗുപ്തൻ്റെ മികച്ച നേട്ടം ഗ്രീക്ക് ഭരണാധികാരിയായ സെല്യൂക്കസിൻ്റെ ആക്രമണ പദ്ധതികളെ പരാജയപ്പെടുത്തി എന്നതാണ്. സിന്ധുവിൻ്റെ പടിഞ്ഞാറ് പ്രദേശം അക്കാലത്ത് ഭരിച്ചിരുന്നത് സെല്യൂക്കസ് ആയിരുന്നു. രണ്ടുപേരുടെയും സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയതായും ചന്ദ്രഗുപ്തൻ വിജയിച്ചതായും ഒരു അഭിപ്രായമുണ്ട്. എന്നാൽ ഈ ഒരു വാദത്തെ എല്ലാ ചരിത്രകാരന്മാരും അംഗീകരിച്ചിട്ടില്ല. BC 305-ൽ സെല്യൂക്കസ് ഇന്ത്യയെ ആക്രമിക്കാനുള്ള പരിപാടികൾ ആവിഷ്കരിച്ചെന്നും ചന്ദ്രഗുപ്തൻ എടുത്ത മുൻകരുതൽ ഭയന്ന് സെല്യൂക്കസിന് ആ സാഹസത്തിൽ നിന്ന് പിന്തിരേണ്ടി വന്നു എന്നുമാണ് ഒരു വിഭാഗം ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത്. ഏതായാലും ചന്ദ്രഗുപ്തനും സെല്യൂക്കസും തമ്മിൽ ഒരു സന്ധി ഉണ്ടായി. ഈ ഒരു സന്ധിയിലെ വ്യവസ്ഥകൾ പൊതുവെ ചന്ദ്രഗുപ്തന് അനുകൂലമായിരുന്നു. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തിക്കപ്പുറമുള്ള 4 ഗ്രീക്ക് പ്രവിശ്യകളെ ചന്ദ്രഗുപ്തന് നൽകിക്കൊണ്ടുള്ളതായിരുന്നു സന്ധിയിലെ ഒരു പ്രധാന വ്യവസ്ഥ. ആര്യ, ആരഘോഷ്യ, ഗഡറോഷ്യ, പരോപനിസഡെ എന്നിവയായിരുന്നു ഈ പ്രവിശ്യകൾ. ഇതിനു പുറമെ സന്ധി പ്രകാരം സെല്യൂക്കസ് തൻ്റെ മകളെ ചന്ദ്രഗുപ്തന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ സന്ധിയെ തുടർന്നായിരുന്നു സെല്യൂക്കസ് പ്രസിദ്ധ ഗ്രീക്ക് അംബാസിഡറായ മെഗസ്തനീസിനെ പാടാലിപുത്രത്തിലേക്ക് അയച്ചത്. ഈ രീതിയിൽ ചന്ദ്രഗുപ്തൻ വിസ്തൃതമായ ഒരു രാജ്യം കെട്ടിപ്പടുത്തു. ബീഹാറും ഒറീസയുടെ ഏറെ ഭാഗങ്ങളും ബംഗാളും മാത്രമല്ല, പശ്ചിമ ഇന്ത്യയും ഉത്തര പശ്ചിമ ഇന്ത്യയും ഡെക്കാനും ഈ സാമ്രാജ്യത്തിൽ ഉൾപ്പെട്ടിരുന്നു. കേരളം, തമിഴ്നാട്, ഉത്തരപൂർവ്വ ഇന്ത്യയുടെ ഭാഗങ്ങൾ എന്നിവയൊഴിച്ച് ഉപഭൂഖണ്ഡം മുഴുവൻ മൗര്യന്മാർ ഭരിച്ചു. ഉത്തര പശ്ചിമ ഭാഗത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ പോലും ഉൾപ്പെടാതിരുന്ന ചില പ്രദേശങ്ങളുടെ മേൽ പോലും അവർക്ക് സ്വാധീനമുണ്ടായിരുന്നു. പൊതുവെ പുരോഗമനപരമായ ഭരണവ്യവസ്ഥയായിരുന്നു ചന്ദ്രഗുപ്തൻ്റെ കാലഘട്ടത്തിലേത്. വിപുലമായ തോതിൽ സംവിധാനം ചെയ്യപ്പെട്ടതും രാജാധികാരത്തിൽ അധിഷ്ഠിതവുമായ ഒരു കേന്ദ്രീകൃത ഭരണകൂടമായിരുന്നു അത്. മൗര്യ ഭരണവ്യവസ്ഥയിൽ രാജാവിനെ സഹായിക്കുവാൻ മന്ത്രിമാർ ഉണ്ടായിരുന്നു. യുവരാജാവ്, പുരോഹിതൻ, സേനാപതി, മന്ത്രി എന്നിവരായിരുന്നു ഇവരിൽ പ്രമുഖർ. എല്ലാ രാജ്യകാര്യങ്ങളിലും അവരുമായി കൂടിയാലോചനയ്ക്ക് ശേഷം മാത്രമേ രാജാവ് അന്തിമ തീരുമാനം കൈക്കൊണ്ടിരുന്നുള്ളൂ. അവരുടെ ഉപദേശം സാധാരണയായി തിരസ്കരിക്കപ്പെടാറില്ലായിരുന്നു. മന്ത്രിമാർക്ക് പുറമെ മന്ത്രിപരിഷത്ത് എന്ന പേരിൽ ഒരു ഉന്നത കൂടിയാലോചന സമിതിയും പ്രവർത്തിച്ചു പോന്നു. രാജാവിനെയും മന്ത്രിമാരെയും ദൈനംദിന ഭരണത്തിൽ സഹായിക്കുവാൻ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായിരുന്നു. പ്രധാന ഭരണവകുപ്പിൻ്റെ ചുമതല ഒരു ഉയർന്ന ഉദ്യോഗസ്ഥ മേധാവിയാണ് വഹിച്ചിരുന്നത്. സമാഹർത്രി, പ്രതിഹാരി, ന്യായാധിപതി മുതലായവരായിരുന്നു ഈ ഉദ്യോഗസ്ഥ മേധാവികളിൽ പ്രധാനികൾ. കച്ചവടം, അളവുകളും തൂക്കങ്ങളും, ചുങ്കങ്ങൾ, കൃഷി, വ്യവസായം, വനങ്ങൾ, നഗരഭരണം മുതലായ കാര്യങ്ങൾക്കും പ്രത്യേക ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചിരുന്നു. ചാരവൃത്തിക്ക് വേണ്ടി ഒരു പ്രത്യേക വകുപ്പ് തന്നെ മൗര്യകാലത്ത് സംഘടിപ്പിക്കപ്പെട്ടു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് രാജാവിനെതിരെയുള്ള ഗൂഢാലോചനകളെയും മറ്റും കുറിച്ച് സത്യസന്ധമായ സന്ദേശങ്ങൾ തലസ്ഥാനത്തേക്ക് എത്തിക്കുക എന്നതായിരുന്നു അവരുടെ ചുമതല. പ്രത്യേകമായി സ്ത്രീകളുടെ സേവനമാണ് ഈ രംഗങ്ങളിൽ ഉപയോഗപ്പെടുത്തിയിരുന്നത്.
കാനേഷുമാരി എന്നറിയപ്പെടുന്ന സെൻസസ് കാര്യങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക വകുപ്പ് സ്ഥിരമായ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു എന്നതും മൗര്യ ഭരണകൂടത്തിൻ്റെ പ്രധാന സവിശേഷതയാണ്. മൗര്യ കാലഘട്ടത്തിലെ പ്രാദേശിക ഭരണത്തിലേക്ക് വരികയാണെങ്കിൽ ഭരണനിർവഹണത്തെ പരിഗണിച്ച് രാജ്യത്തെ വിവിധ പ്രവിശ്യകളായി വിഭജിച്ചിരുന്നു. ഓരോ പ്രവിശ്യയും രാജവംശത്തിൽപ്പെട്ട ഒരു രാജകുമാരൻ്റെ ചുമതലയിലാക്കി. രാജൂകർ എന്നാണ് ഇവർ വിളിക്കപ്പെട്ടത്. രാജൂകരെ സഹായിക്കാൻ രാഷ്ട്രീയർ എന്ന പേരിൽ പ്രത്യേക ഉദ്യോഗസ്ഥരും നിയമിതരായി. ഓരോ പ്രവിശ്യകളെയും ജനപദം എന്ന പേരിൽ ജില്ലകൾ പോലെ വിഭജിച്ച് സ്ഥാനികർ എന്ന ഉദ്യോഗസ്ഥന്മാരെ ജനപദത്തിൻ്റെ ചുമതലകൾ ഏൽപ്പിച്ചു കൊടുത്തു. ഗ്രാമമായിരുന്നു മൗര്യ സാമ്രാജ്യത്തിലെ ഏറ്റവും ചെറിയ ദേശഘടകം. ഗ്രാമികൻ എന്ന പേരിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഗ്രാമഭരണം നടത്തിപ്പോന്നത്. ഓരോ ഗ്രാമവും സ്വയം പര്യാപ്തമായ സ്വയംഭരണ പ്രദേശമായിരുന്നു. 5 മുതൽ 10 വരെ ഗ്രാമങ്ങൾ കൂട്ടിച്ചേർത്ത് ഗോപൻ എന്ന ഉദ്യോഗസ്ഥൻ്റെ കീഴിലാക്കിയിരുന്നു. വളരെയേറെ നഗരങ്ങളും മൗര്യ കാലഘട്ടത്തിലേതായുണ്ട് എന്നാണ് പുരാഖണ്ഡങ്ങൾ കാണിക്കുന്നത്. പാടാലിപുത്രം, കൗശംബി, ഉജ്ജയിനി, തക്ഷശില എന്നിവയായിരുന്നു പ്രധാന പട്ടണങ്ങൾ. എല്ലാ നഗരങ്ങളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സജീവമായി പ്രവർത്തിച്ചിരുന്നു. നഗരഭരണത്തിനായി 30 അംഗങ്ങളുള്ള ഒരു മുനിസിപ്പൽ കൗൺസിൽ നിലനിന്നിരുന്നു. സുഗമമായ ഭരണത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് അതിനെ 5 അംഗങ്ങൾ വീതമുള്ള 6 സമിതികളായി വിഭജിച്ചിരുന്നു. കരകൗശലവേല, വിദേശീയർ, കാനേഷുമാരി, കച്ചവടം, വ്യവസായശാലകളും അവയിലെ ഉൽപ്പന്നങ്ങളുടെ വിപണിയും വിൽപ്പന നികുതി എന്നീ വിഷയങ്ങളാണ് ഈ സമിതികൾ കൈകാര്യം ചെയ്തിരുന്നത്. മരാമത്ത് പണികൾ, അത്യാവശ്യ സാധനങ്ങളുടെ വില നിയന്ത്രണം, ക്ഷേത്രങ്ങൾ, ചന്തകൾ മുതലായ പൊതുസ്ഥാപനങ്ങളുടെ സംരക്ഷണം എന്നിവ മുനിസിപ്പൽ കൗൺസിൽ നിർവഹിച്ചു. ഇത്രയും വിപുലമായ തോതിൽ സംവിധാനം ചെയ്യപ്പെട്ട ഒരു തദ്ദേശ സ്വയംഭരണ വ്യവസ്ഥിതി മൗര്യ ഭരണകൂടത്തിൻ്റെ പുരോഗമനപരമായ സ്വഭാവത്തിന് വ്യക്തമായ തെളിവാണ്. പ്രാചീന ഗ്രീക്ക് നഗരങ്ങളിലോ അക്ബറുടെ സാമ്രാജ്യത്തിലോ ഇത്രയും പ്രാധാന്യം നൽകി സംഘടിപ്പിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്നില്ല എന്നതും BC 300-നടുത്ത കാലഘട്ടത്തിലാണ് ഇവ നിലനിന്നിരുന്നത് എന്നതും പ്രത്യേകം ശ്രദ്ധയാകർഷിക്കുന്നതാണ്. മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ചന്ദ്രഗുപ്തൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു വസ്തുത അദ്ദേഹത്തിൻ്റെ വലിയൊരു സൈന്യത്തിൻ്റെ സംരക്ഷണമാണ്. പ്ലിനി എന്ന റോമൻ എഴുത്തുകാരൻ്റെ വിവരണപ്രകാരം ചന്ദ്രഗുപ്തൻ 6 ലക്ഷം കാലാൾപ്പടയെയും 30,000 കുതിരപ്പടയെയും 9,000 ആനകളെയും പുലർത്തിയിരുന്നു. കൂടാതെ ഒരു നാവികസേനയും 8,000 രഥങ്ങളും മൗര്യർക്ക് ഉണ്ടായിരുന്നു. സൈന്യത്തിൻ്റെ ഭരണം നിർവഹിച്ചത് നഗരഭരണ സംവിധാനത്തിലേതുപോലെ 6 സമിതികളായി തിരിക്കപ്പെട്ട 30 പേരടങ്ങുന്ന ഒരു ബോർഡാണെന്ന് മെഗസ്തനീസ് പറയുന്നു. ഓരോ സമിതിക്കും സൈന്യത്തിൻ്റെ ഓരോ ശാഖയുടെ ചുമതലയുണ്ടായിരുന്നു. കാലാൾ സൈന്യം, കുതിരപ്പട, ആനകൾ, രഥങ്ങൾ, നാവികസേന, വാഹനവ്യൂഹം എന്നിങ്ങനെയുള്ള ശാഖകളുടെ ചുമതലയാണ് അവർക്ക് ഉണ്ടായിരുന്നത്. മൗര്യരുടെ സൈന്യം നന്ദരുടേതിനേക്കാൾ 3 ഇരട്ടിയായിരുന്നു. ഇതിൻ്റെ കാരണം ഏറെ വലിപ്പമുള്ള സാമ്രാജ്യവും വളരെ അധികമായ മൗര്യരുടെ സമ്പത്തുമാണ്. ഇത്ര വലിയൊരു സൈന്യത്തിൻ്റെ ചെലവ് വഹിക്കാൻ ചന്ദ്രഗുപ്ത മൗര്യന് കഴിഞ്ഞതെങ്ങനെയാണ്? നാം അർത്ഥശാസ്ത്രം പരിശോധിക്കുകയാണെങ്കിൽ പ്രദേശത്തെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും രാജ്യം നിയന്ത്രിച്ചിരുന്നുവെന്ന് കാണാൻ കഴിയും. നികുതിയിനങ്ങളിൽ നിന്നും മറ്റുമായി സർക്കാരിന് നല്ല വരുമാനം ലഭിച്ചിരുന്നു. ഭൂനികുതിയായിരുന്നു പ്രധാന വരുമാന മാർഗം. മൊത്തം ഉൽപ്പന്നത്തിൻ്റെ 1/6 ഭാഗമായിരുന്നു നികുതി. രാജ്യം ജലസേചന സൗകര്യങ്ങൾ കർഷകർക്ക് ചെയ്തു കൊടുത്തു. കർഷകർ അതിന് പണമടയ്ക്കേണ്ടതുണ്ടായിരുന്നു. ഇതിനു പുറമെ അടിയന്തര ഘട്ടങ്ങളിൽ കർഷകർ കൂടുതൽ വിള കൃഷി ചെയ്യേണ്ടതുണ്ടായിരുന്നു. വിൽപ്പനയ്ക്കായി പട്ടണങ്ങളിലേക്ക് കൊണ്ടുവരപ്പെട്ട ചരക്കുകളുടെ മേൽ ചുങ്കം ചുമത്തിയിരുന്നു. അത് പട്ടണവാതിൽ വെച്ച് തന്നെ ശേഖരിച്ചു. തന്നെയുമല്ല, ഗണ്ണത്തിലും ആദ്യ വിൽപ്പനയിലും ആയുധ നിർമ്മാണത്തിലും മറ്റും രാജ്യത്തിന് കുത്തകയുണ്ടായിരുന്നു. ഇത് സ്വാഭാവികമായും രാജ്യഭണ്ഡാരത്തിലേക്ക് പണമെത്തിച്ചു. ഇങ്ങനെ സുസജ്ജമായ ഒരു ഭരണ സംവിധാനം ചന്ദ്രഗുപ്തൻ സ്ഥാപിക്കുകയും അതിന് ഉറച്ച ഒരു സാമ്പത്തിക അടിത്തറ നൽകുകയും ചെയ്തു. ഇതിനെല്ലാം പുറമെ മൗര്യ ഭരണകൂടം സാമൂഹ്യ ക്ഷേമപരമായ പല പരിപാടികളും നടപ്പാക്കുന്നതിൽ ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. കർശനമായ സാമ്പത്തിക നിയമങ്ങൾ നിലനിന്നിരുന്നുവെന്ന് പറഞ്ഞുവല്ലോ. ഇതിൻ്റെ ഫലമായി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ഭരണകൂടത്തിന് നിയന്ത്രണ വിധേയമായി. സർക്കാർ ഉടമസ്ഥതയിലായിരുന്നു പല വ്യവസായങ്ങളും. കച്ചവടം, വ്യവസായം, ഖനനം മുതലായ പ്രവർത്തനങ്ങൾ കർശനമായ സാമൂഹ്യ നിയന്ത്രണത്തിലായിരുന്നു. സ്വർണം, വെള്ളി, ഇരുമ്പ്, ചെമ്പ്, രത്നം തുടങ്ങിയവയുടെ ഖനികൾ സർക്കാരിൻ്റെ നേരിട്ടുള്ള ഭരണത്തിലായിരുന്നു. അതുപോലെ തന്നെ വനങ്ങളും ഉപ്പളങ്ങളും മദ്യവ്യാപാരവും രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു. സമൂഹത്തിലെ ദരിദ്ര വിഭാഗങ്ങൾക്ക് ആശ്വാസമരുന്നതിന് ഫലപ്രദമായ നടപടികൾ ഭരണകൂടം കൈക്കൊണ്ടു. വിധവകൾ, അനാഥ ശിശുക്കൾ, വികലാംഗർ എന്നിവരുടെ ക്ഷേമത്തിനായി പ്രത്യേക പദ്ധതികളും ആവിഷ്കരിക്കപ്പെട്ടു. ക്ഷാമം, പകർച്ചവ്യാധി മുതലായവയിൽ നിന്നും പ്രകൃതി ക്ഷോഭങ്ങളിൽ നിന്നും ദുരിതമനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് സഹായമെത്തിക്കുന്നതിനുള്ള നടപടികൾക്ക് മുൻഗണന നൽകിയിരുന്നു. ജലസേചനം, ഗതാഗത സൗകര്യം, വൈദ്യസഹായം എന്നീ ജനക്ഷേമപരമായ കാര്യങ്ങളിലും ഭരണകൂടത്തിൻ്റെ ശ്രദ്ധ പതിഞ്ഞിരുന്നു.
അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്നവർക്ക് കരമൊഴിവാക്കിക്കൊണ്ട് ഭൂമി ദാനവും നൽകിയിരുന്നു. മാത്രമല്ല അവർക്ക് വേണ്ടി അഗ്രഹാരങ്ങളും പണികഴിപ്പിച്ചിരുന്നു. മതേതര വിഷയങ്ങൾ പഠിപ്പിച്ചിരുന്ന ഗുരുക്കന്മാർക്ക് 500 മുതൽ 1000 പണം വരെ പെൻഷനായും നൽകപ്പെട്ടിരുന്നു. യുദ്ധസേവനത്തിൽ അംഗവൈകല്യം വന്നവരുടെയും മരണമടഞ്ഞവരുടെയും കുടുംബങ്ങൾക്ക് പ്രത്യേക ധനസഹായവും നൽകിയിരുന്നു. ഇങ്ങനെ മൗര്യ ഭരണകൂടം ഒരു യോഗക്ഷേമ രാഷ്ട്രത്തെ ലക്ഷ്യമാക്കി വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയുണ്ടായി. 24 കൊല്ലത്തെ ഭരണത്തിനു ശേഷം ചന്ദ്രഗുപ്തൻ ജൈനമതം സ്വീകരിച്ച് രാജ്യഭരണം ഉപേക്ഷിച്ചു എന്നുള്ളതാണ് പൊതുവെയുള്ള വിശ്വാസം. തദനന്തരം അദ്ദേഹം ഭദ്രബാഹു മുതലായ ജൈന സന്യാസിമാരോടൊപ്പം ശ്രാവണബെൽഗോളയിൽ താമസിക്കുകയും വർഷങ്ങൾക്കു ശേഷം നിരാഹാര വ്രതമനുഷ്ഠിച്ച് നിർവ്വാണം പ്രാപിക്കുകയും ചെയ്തു. ഏതായാലും ചന്ദ്രഗുപ്തന് മൗര്യ സാമ്രാജ്യ സ്ഥാപകൻ എന്ന നിലയിൽ ചരിത്രത്തിൽ അതുല്യമായ ഒരു സ്ഥാനമാണുള്ളത്. സൈനിക നേട്ടങ്ങളുടെ വെളിച്ചത്തിൽ ഇന്ത്യ ചരിത്രത്തിലെ ഒന്നാമത്തെ യഥാർത്ഥ ചക്രവർത്തിയായി ചന്ദ്രഗുപ്ത മൗര്യനെ കണക്കാക്കാം. തൻ്റെ വിസ്തൃതമായ സാമ്രാജ്യത്തിൻ്റെ സുഗമമായ ഭരണത്തിനു വേണ്ടി ചന്ദ്രഗുപ്തൻ വാർത്തെടുത്ത ഭരണവ്യവസ്ഥ അദ്ദേഹത്തിൻ്റെ രാജ്യതന്ത്രജ്ഞതയ്ക്കും ഭരണകുശലതയ്ക്കും സാക്ഷ്യം വഹിക്കുന്നു. ചന്ദ്രഗുപ്തനെ പിന്തുടർന്ന് BC 298 ബിന്ദുസാരൻ മൗര്യ സാമ്രാജ്യത്തിൻ്റെ അധികാരമേറ്റു. ബിന്ദുസാരനെക്കുറിച്ചും പിന്നീട് മൗര്യ സാമ്രാജ്യം ഭരിച്ച മഹാനായ അശോക ചക്രവർത്തിയെക്കുറിച്ചും അശോകൻ്റെ കാലഘട്ടത്തിൽ നടന്ന കലിംഗ യുദ്ധത്തെക്കുറിച്ചുമൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളായി അറിയിക്കുക. എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ നവീൻ ദേവസി. ദ റേ സ്റ്റോറി വാ ഒരു കഥ.